ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റേക്കേഷൻ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് എവിടെ പോകുന്നത് കാണാം. ബീച്ചിന് വന്നതാണ്. ഇത് ഇവിടെ വൈറ്റ് ഹൗസ് ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഹോട്ടലാണ്. ഇതെൻ്റെ ചെറിയമ്മയാണ് കേട്ടോ, സുമിത്ര. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഓപ്റ്റ് ചെയ്ത കോട്ടേജ്. അപ്പോൾ ഇങ്ങനെ കയറി ഉടനെ തന്നെ ഒരു വിൻഡോ പോലെ ഒരു ഇതുണ്ട്. റൂമിൽ നിന്ന് നമുക്ക് താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. മുകളിൽ കാണുന്ന ബാൽക്കണിയാണ്. പിന്നെ ഫസ്റ്റ് 2 റൂംസാണ് ഈ കോട്ടേജസിലുള്ളത്. നല്ല എന്താ പറയുക, എസ്തെറ്റിക് ആയിട്ട് നമുക്ക് ഡാർക്ക് തീമൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റൂംസൊക്കെ ആയിരുന്നു. ഫെസിലിറ്റീസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് റൂമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഒരു 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ 2 റൂംസിലൊക്കെ ആയിട്ടാണ് നിന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് നല്ല വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് റൂമിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു വിൻഡോ പോലെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചണും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള സ്റ്റെപ്സ് ആണ്. ഇത് നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൽ പോവാം. ഇവിടെ കുറച്ച് ബഹളമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പോവാം. ചിൽഡ്രൻസ് പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാം, പക്ഷെ കുട്ടികളൊന്നും അല്ല ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു കിടക്കാൻ നമുക്ക് റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇതിൻ്റെ കോട്ടേജസിൻ്റെ കളേഴ്സും തീംസൊക്കെ എടുത്തിരിക്കുന്ന ഗ്രീൻ കളർ തന്നെയാണ്. പിന്നെന്താ, ഇവിടെ ബാസ്കറ്റ് ബോളിൻ്റെ ഒരു കളിക്കാനുള്ള ഞങ്ങൾ ബാസ്കറ്റ് ബോളൊക്കെ കളിച്ചു. പിന്നെ ഇവിടെയും ഇതേപോലെ റിലാക്സ് ചെയ്യാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചിൽഡ്രൻസ് പാർക്കിൽ നമുക്ക് പൂളിലേക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് പൂളിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. പൂളിലിപ്പോൾ കുറേ പേര് ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ട്രീ ഹൗസിലേക്ക് നമ്മൾ പോവാണ്. ചെറിയമ്മയാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഓടി പോകുന്നുണ്ട്. നല്ല ലാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയൊക്കെയാണ് ഇതിൽ വരുന്നതെങ്കിൽ നമുക്ക് കാൻഡിൽ ലൈറ്റിലൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിവിടെ കാണുന്നുണ്ട് വിചാരിക്കുന്നു. വ്യൂ അടിപൊളിയാണ്. ഫുൾ നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഫുൾ നമുക്ക് ഗ്രീനറി മാത്രമേ കാണുള്ളൂ. ഇവിടെ ബഹളം ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ ഇവിടെയാണ്. കോട്ടേജസ് ആണ്. ഇതിങ്ങനെ സ്മോൾ കോട്ടേജസ് ആണ്. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ, അങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. നമുക്ക് ഈ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ. നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ കുറേ ബാംബൂസൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ആംബിയൻസ് നല്ല കൂളായിട്ടുള്ള ബ്രീസൊക്കെയാണ് വരുന്നത്. കോട്ടേജിൽ നിന്ന് ഇറങ്ങിയുള്ള വ്യൂ ആണ്. നൈറ്റ് വ്യൂ, സോ ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കുഞ്ഞു ലാംപ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഈ നമ്മൾ
നടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഫുള്ളി ലൈറ്റ്സാണ്. അപ്പോൾ കാൻഡിൽ ലൈറ്റ്സ് നമുക്കിങ്ങനെ ഡിന്നർ കഴിക്കാനും അതേപോലെ തന്നെ അങ്ങനത്തെ സെറ്റിങ്ങൊക്കെ ഇവിടെ മുകളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും സുഖം എന്ന് പറയുന്നത് തണുത്ത കാറ്റ്. ഇപ്പോൾ നമ്മൾ സിറ്റീസിലൊക്കെ ജീവിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വരുമ്പോഴൊക്കെ നല്ലൊരു സുഖമുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വന്ന് ഈ ഒരു കൂൾ ബ്രീസൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? എങ്ങനെയുണ്ട്? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ കാണുന്ന അവിടെ ഒരു ഇത് കാണുന്നില്ലേ, ഇതാണ് ഗെയിംസ് കോർണർ. അവിടെ ക്യാരംസും അങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് നേരം അവിടെ കളിച്ചു, പക്ഷെ അതൊന്നും ഞാൻ വ്ളോഗിൽ എടുത്തിട്ടില്ല കേട്ടോ. മുകളിലേക്ക് നമ്മൾ നേരത്തെ പോയ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടേക്ക് എത്തും. ഇവിടെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസ് കാണിച്ചു തരാം. നമ്മൾ കോട്ടേജ് രാത്രിത്തെ വ്യൂവിൽ ജസ്റ്റ് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. രാവിലെ എണീറ്റു, ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ വെറുതെ ഒന്ന് കാണാൻ പോവാണ്. ഇതാണ് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ.